അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, യഥാർത്ഥ മാധ്യമധർമ്മം എന്ന് പറയുന്നത് വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ എത്രത്തോളം വിശ്വസിക്കാമെന്ന കാര്യം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പല മാധ്യമങ്ങളും പലരുടെയും കയ്യിലെ കളിപ്പാവകളാണ്. മാത്രമല്ല, വ്യാജ വാർത്തകളാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പറയാൻ കാരണം ഇന്ന് 24 ന്യൂസിൻ്റെ ഒരു വാർത്ത കാണാനിടയായി. മദീനയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ആ വാർത്തയിൽ പറയുന്നത്, മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനാഘോഷം വിപുലമായി നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതല്ലെങ്കിൽ ആ നിലക്കുള്ള വാർത്തയാണ് അദ്ദേഹം കൊടുത്തത്. യഥാർത്ഥത്തിൽ മദീനയുമായി യാതൊരു നിലക്കുള്ള ബന്ധവുമില്ലാത്ത ഒരു വാർത്ത കൊടുത്ത് വിശ്വാസികളെ വഞ്ചിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനുമാണ് ജലീൽ കണ്ണമംഗലം ശ്രമിച്ചത്. അങ്ങനെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ നിലക്ക് പ്രതികരണങ്ങളും മറ്റുമൊക്കെ വന്നപ്പോൾ അദ്ദേഹം തിരുത്ത് എന്ന നിലക്ക് മറ്റൊരു വാർത്തയും കൊടുത്തു. രണ്ട് വാർത്തയും നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യം കൊടുത്ത വാർത്ത നിങ്ങളൊന്ന് കേൾക്കുക. ഇനി നമ്മൾ പോകുന്നത് മദീനയിലേക്കാണ്. മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. ജലീൽ, ഗുഡ് മോർണിംഗ്. നബിദിന ആശംസകൾ. ആദ്യം തന്നെ സൗദിയെ സംബന്ധിച്ചിട്ട് അതിവിപുലമായിട്ട് തന്നെ നബിദിനം ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്, രാജ്യമാണ്. നമുക്കറിയാം, എല്ലാ രീതിയിലും പ്രവാചകന്റെ കാര്യങ്ങളൊക്കെ തന്നെ നിയമങ്ങളും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം. സൗദിയിൽ ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നബിദിന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്? എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്മിത, ഇന്ന് ഹിജ്റ കലണ്ടർ പ്രകാരം റബിയുൽ അവ്വൽ 12 അതായത് പ്രവാചകൻ ജനിച്ച ദിവസം. ലോകമെങ്ങുമുള്ള വിശ്വാസികള്, ഭൂരിഭാഗം വിശ്വാസികളെ ഇന്ന് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മദീനയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് മദീനയിൽ പ്രവാചകന്റെ പള്ളി, പ്രവാചകന്റെ കബറിടം ഉള്ളത്. പ്രവാചകൻ അന്ത്യവിശ്രമം കൊണ്ടുവന്ന് എനിക്ക് പിന്നിലുള്ള ഈ പച്ച കുബ്ബക്ക് താഴെയാണ്. നിരവധി വിശ്വാസികൾ ഇന്ന് റബീഉൽ അവ്വൽ 12 ആയതുകൊണ്ട്, നബിദിനം ആയതുകൊണ്ട് തന്നെ 10,000-കണക്കിന് വിശ്വാസികളാണ് പ്രവാചകനോട് സലാം പറയാനും പ്രവാചകനെ സന്ദർശിക്കാനുമായി ഈ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ പള്ളിയിൽ എത്തിയിരിക്കുന്നത്. തികച്ചും പൂർണ്ണമായും കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് മദീന സന്ദർശനം, പ്രവാചകനെ സന്ദർശിക്കാനും സലാം പറയാനുള്ള സംവിധാനം ഇവിടെ സൗദി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഈ 7 മാസത്തോളം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 7 മാസത്തോളം അടഞ്ഞു കിടക്കുകയായിരുന്നു ഈ പള്ളി. ഈ കഴിഞ്ഞ ഒക്ടോബർ 18 ഈ പ്രവാചകനെ സന്ദർശിക്കാനും ഒക്കെ ആയിട്ട് ഈ പള്ളി വീണ്ടും വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തത്. മലയാളികൾ ഉൾപ്പെടെ സൗദിയുടെ പല ഭാഗത്തു നിന്നും നിരവധി 10,000-കണക്കിന് ആളുകളാണ് പ്രവാചകനെ സന്ദർശിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ജിദ്ദ ഉൾപ്പെടെയുള്ള പല ഭാഗത്തു നിന്നും പ്രത്യേക ബസ് സർവീസുകൾ മദീനയിലേക്ക് നടത്തുന്നുണ്ട് ഇന്നും നാളെയുമായി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കോവിഡ് രോഗം ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമാണ് മദീന പ്രവാചകനെ സന്ദർശിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഗൗരവമുള്ള മറ്റ് ഗുരുതരമായ രോഗമുള്ള ആളുകളോടും ഈ പ്രവാചകനെ സന്ദർശിക്കരുത് എന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ അധികൃതർ വികസിപ്പിച്ചിട്ടുണ്ട് ഈ മദീന സന്ദർശനത്തിന് വേണ്ടി. ഇങ്ങനെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടെ സന്ദർശിക്കാൻ ഇപ്പോൾ അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉംറ തീർത്ഥാടനവും അതോടൊപ്പം തന്നെ മദീന സന്ദർശനവും 4 ഘട്ടങ്ങളായാണ് അധികൃതർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പടിപടിയായിട്ട് ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. അതിന്റെ 2ാം ഘട്ടമാണ്. 1ാം ഘട്ടം ഒക്ടോബർ 4 ആരംഭിച്ചു, 2ാം ഘട്ടം ഒക്ടോബർ 18 ആരംഭിച്ചു, 3ാം ഘട്ടം നവംബർ 1 ആരംഭിക്കുന്നത്. 4ാം ഘട്ടത്തിൽ മാത്രമേ പൂർണ്ണ തോതിൽ പഴയ രൂപത്തിൽ 2 മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ എത്തൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ 4ാം ഘട്ടത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇപ്പോൾ മദീനയിൽ എത്തിയിരിക്കുന്നത്. 15 ലക്ഷത്തോളം ആളുകൾ ഈ മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് മക്കയിലും മദീനയിലും സന്ദർശനം നടത്തുകയുണ്ടായി. ഇതാണിപ്പോ ആദ്യം കൊടുത്ത വാർത്ത. അവതാരക പറഞ്ഞത് എന്താണ്? അതിവിപുലമായ നിലക്ക് തന്നെ സൗദിയിൽ നബിദിനാഘോഷം നടത്തുന്നു എന്നാണ്. ഇത് പച്ചക്കളവാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ജലീൽ കണ്ണമംഗലം ഇത് തിരുത്തിയില്ല. അദ്ദേഹത്തിനറിയാം ഇതിൽ ഒരു സത്യവുമില്ല എന്ന്. എന്നിട്ടോ അവതാരക വീണ്ടും ചോദിക്കുന്നു, എങ്ങനെയൊക്കെയാണ് അവിടെ നബിദിനാഘോഷങ്ങൾ മദീനത്ത് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ
അപ്പോഴും ജലീൽ കണ്ണമംഗലം തിരുത്തിയില്ല. അദ്ദേഹം സത്യസന്ധനായ ഒരു റിപ്പോർട്ടർ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പറയേണ്ടത് എന്താണ്? ഇവിടെ ഔദ്യോഗികമായ നിലക്ക് ഒരു നബിദിനാഘോഷവും ഈ രാജ്യത്ത് നടക്കുന്നില്ല എന്നാണ്. പക്ഷേ അത് പറയാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി വിശ്വാസികൾ എത്തുന്നു എന്ന്. അത് നബിദിനത്തിൻ്റെ ഭാഗമായാണോ? നബിദിനവുമായി അതിനോട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ സന്ദർശിക്കാൻ വിശ്വാസികൾ എത്തുന്നില്ലേ? അതിനെ സംബന്ധിച്ച് ഇയാൾക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ലല്ലോ, ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അത് നബിദിനത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം ഈ വാർത്തയിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കാം. പക്ഷേ ഒരു യാഥാർത്ഥ്യവും അതിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എപ്പോഴും ആളുകൾ സന്ദർശിക്കുന്നു. ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് അതിന് പ്രത്യേകമായ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ അതിപ്പോൾ പടിപടിയായി സൗദി അറേബ്യ തുറന്നു കൊടുക്കുന്നുമുണ്ട്. ഇത്രയുള്ളൂ ആ വിഷയം. ഇവിടെ സൗദി അറേബ്യയിൽ ആളുകൾക്കറിയാം, ഇവിടെ നബിദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഒരവധിയില്ല. സ്ഥാപനങ്ങൾക്ക് അവധിയില്ല, കടകൾക്ക് അവധിയില്ല, അന്നദാനമോ മിഠായി വിതരണമോ ഒന്നും ഇവിടെ ഔദ്യോഗികമായി നടക്കുന്നില്ല. എന്തുകൊണ്ടാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഇസ്ലാമികമല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇസ്ലാമിലാകെ 2 ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അവതാരകയും മറ്റുള്ളവരും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിദിനാഘോഷം പിന്നീട് പ്രവാചകന്റെ കാലശേഷം ചില ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ പുത്തനാചാരമാണ്. നബിക്കോ സഹാബിമാർക്കോ ആർക്കും അതിനെ സംബന്ധിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ ഇവിടെ പള്ളി മിമ്പറുകളിൽ സുന്നത്തിന്റെ ഗൗരവവും ഇതുപോലെയുള്ള അനാചാരങ്ങൾ കൊണ്ടാടുന്നതിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് മിമ്പറുകളിൽ ഇമാമുകൾ ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയിട്ടുണ്ട്. സുന്നത്ത് സ്വീകരിക്കാനും അനാചാരങ്ങളെ ഉപേക്ഷിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നബിദിനാഘോഷമായി ചിത്രീകരിച്ചുകൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കാനാണ് ജലീൽ കണ്ണമംഗലം ശ്രമിച്ചത്. ഇപ്പോൾ മദീനത്ത് റബീഉൽ അവ്വൽ 12 ദിവസം നമുക്കറിയാം, പല ആളുകളും ഈ ഷിയാക്കളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ മിഠായി വിതരണം ചെയ്യാനും അതേപോലെ തന്നെ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പ്രത്യേകമായ പോലീസിനെ അവിടെ നിയോഗിച്ചുകൊണ്ട് അവരെ ആട്ടിയോടിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ നിലപാട്. ഇതറിഞ്ഞിട്ടും 24 ന്യൂസിലൂടെ ഒരു വലിയ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനാണ് ജലീൽ കണ്ണമംഗലം ശ്രമിച്ചത്. അദ്ദേഹം മുമ്പും ഇതേപോലെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും പിന്നീട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ഈ വിഷയത്തിൽ 24 ന്യൂസിനെതിരെ റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സൗദിയിൽ നിന്നവർക്ക് റിപ്പോർട്ട് പോലും ചെയ്യാൻ പറ്റില്ല, ഗുരുതരമായ അവസ്ഥ ഉണ്ടാവും. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാകാം അദ്ദേഹം വീണ്ടും ഒരു തിരുത്ത് എന്ന നിലക്ക് ഒരു റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇന്ന് സംഭവിച്ചതാണ്. എന്നാൽ തിരുത്തു എന്ന നിലക്ക് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് അതൊന്ന് നമുക്ക് കേൾക്കാം. അത് നിങ്ങൾ കേട്ടു നോക്ക്. നബിദിനത്തോടനുബന്ധിച്ച് പ്രവാചകന്റെ ഖബറിടം സന്ദർശിക്കാൻ 10,000-കണക്കിന് വിശ്വാസികളാണ് മദീനയിലെത്തുന്നത്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് വിശ്വാസികളെ പ്രവാചകന്റെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. السلام عليك يا رسول الله السلام عليك يا حبيبي. നബിദിനത്തിൽ നബിയുടെ ഖബറിടം സന്ദർശിക്കാനും നബിയോട് സലാം പറയാനും 10,000-കണക്കിന് വിശ്വാസികളാണ് മദീനയിൽ പ്രവാചകന്റെ പള്ളിയിലെത്തുന്നത്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് പള്ളി സന്ദർശിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സൗദിക്കകത്തുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും മാത്രമാണ് ഇപ്പോൾ പള്ളി സന്ദർശിക്കാൻ അനുമതിയുള്ളത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെ 1000-കണക്കിന് വിദേശികൾ പ്രവാചകനെ സന്ദർശിക്കാൻ മദീനയിലെത്തിയിട്ടുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസം തന്നെ ഞങ്ങൾക്ക് തുറന്ന് അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തന്നെ ഇവിടെ എത്തി സലാം പറയാനൊക്കെ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാനും റൗളയിൽ കയറി നിസ്കരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന് ഈ ഗവൺമെന്റിന് പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. മാസ്ക് ധരിച്ചും അകലം പാലിച്ചും പ്രവാചകനോട് സലാം പറയാനും പ്രവാചകന്റെ ഖബറിടത്തോട് ചേർന്നുള്ള റൗളയിൽ പ്രാർത്ഥിക്കാനും നിശ്ചിത എണ്ണം വിശ്വാസികൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നത്. ഹജ്ജ് ഉംറ മന്ത്രാലയം വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. എന്നാൽ സൗദിയിൽ നബിദിനത്തോടനുബന്ധിച്ച് മറ്റു ആഘോഷ പരിപാടികളൊന്നും ഔദ്യോഗിക തലത്തിൽ നടക്കാറില്ല. സൗദിക്കകത്തുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും മാത്രമാണ് ഇപ്പോൾ ഹറം പള്ളിയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അടുത്ത ഞായറാഴ്ച മുതൽ വിദേശ തീർത്ഥാടകരും ഹറം പള്ളിയിലെത്തും. മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സത്യത്തിൽ ഈ നാടകത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല.
ഇപ്പൊ ഈ രണ്ടാമത് കൊടുത്ത വാർത്ത ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതിലൂടെയും ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ രണ്ടാമത് കൊടുത്ത വാർത്ത കേട്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക? റബീഉൽ അവൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണെന്ന് പറയുന്ന റബീഉൽ അവൽ 12, ആ നബിദിനത്തോട് അനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ സന്ദർശകർക്ക് ഈ രൂപത്തിലുള്ള പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാനൊക്കെ അവസരം കൊടുക്കുന്നത്, ഈ നിലക്കുള്ള തിരക്ക് അതൊക്കെ ഇത് ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പ്രത്യേകിച്ച് മദീനയൊന്നും കാണാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് വീണ്ടും ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതും കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടല്ല പിന്നെ അവിടെ പ്രവാചകന്റെ ഖബറും അതേപോലെ തന്നെ റൗളയും ഒക്കെ സന്ദർശിക്കാൻ. റൗള എന്ന് പറഞ്ഞാൽ എൻ്റെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടക്കുള്ള സ്ഥലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഭാഗം. ഇതൊക്കെ സന്ദർശിക്കാനുള്ള അവസരം നബിദിനവുമായി യാതൊരു നിലക്കും അതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല. പിന്നെയും ചില ആളുകളുടെ അഭിമുഖം ഒക്കെ എടുത്തിട്ട് അതല്ലെങ്കിൽ അവരുടെയൊക്കെ ഫേസ് കാണിച്ചുകൊണ്ട് ചില വാർത്തകളൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ ദിവസം ഇത് തുറന്നു തന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ജലീൽ കണ്ണമംഗലത്തിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങളിങ്ങനെ വ്യാജ വാർത്ത കൊടുത്തിട്ട് ഈ രൂപത്തിലുള്ള കളവുകൾ പ്രചരിപ്പിക്കുന്നത്? ഒരു സത്യസന്ധനായ റിപ്പോർട്ടർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉത്തരവാദിത്വമുള്ള ഒരു ചാനലാണ് 24 ചാനൽ. ആ ചാനലിൽ എന്തിനാണ് ഇത്തരം ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്നത്? ഒരു ശരിയായ മാധ്യമപ്രവർത്തകന്റെ ധർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ വാർത്തകളിലൂടെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ തരംതാഴ്ന്ന ഏർപ്പാടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വയം അപഹാസ്യനാകുന്ന ഒരു പ്രവർത്തനമാണ് പലപ്പോഴും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം റബീഉൽ അവൽ 12 പ്രത്യേകമായ ആഘോഷങ്ങളോ അതല്ലെങ്കിൽ നബിദിനവുമായി ബന്ധപ്പെട്ട യാതൊരു ഏർപ്പാടും ഇവിടെ സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി നടക്കുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇദ്ദേഹം ആ വാർത്തക്കിടയിൽ, രണ്ടാമത് കൊടുത്ത വാർത്തക്കിടയിൽ ഔദ്യോഗികമായി ആഘോഷ പരിപാടികളില്ല എന്നൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഏതാണെങ്കിലും അത് ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ. അതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയുമാണ്. അതുകൊണ്ട് വാർത്ത കൊടുക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒന്ന് കൃത്യമായ സൂക്ഷ്മത വളരെ അനിവാര്യമാണ് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വളച്ചൊടിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഒരിക്കലും കൊടുക്കരുത്. രണ്ടാമത് കൊടുത്ത വാർത്തയിലും അതുണ്ട് എന്ന് വീണ്ടും സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം വ്യാജ വാർത്തകളെ നമ്മൾ കരുതിയിരിക്കണം എന്ന് പ്രത്യേകമായി വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.